പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ചില ഡീഗ്രേഡ് മൊയന്തുകൾ പറയുന്നുണ്ട്, ഓ ഒരു പാലമല്ലേ, അതിലെന്തിരിക്കുന്നു, എന്തിലും പരിഹാസവും ആക്ഷേപവും, അതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് പരിഹസിക്കുന്നവർ കേൾക്കേണ്ട ചില യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യരുടെ ജീവിതാവസ്ഥകൾ, ദുരിതങ്ങൾ, ആ ദുരിതങ്ങളിൽ നിന്ന് അവർ കരകയറുന്നത് ചിലരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ സംഭവമല്ല. കാര്യം മനോഭാവമാണ്. ആ മനോഭാവത്തോടാണ് നമ്മൾ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഏറ്റവും കൂടുതൽ മാറ്റം വന്നത് ആരുടെ ജീവിതങ്ങളിലാണ്? അത് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതങ്ങളിലാണ്. ആരാലും കൈപിടിക്കാത്ത മനുഷ്യരുടെ ജീവിതങ്ങളിലേക്കാണ്. അവിടങ്ങളിൽ പടർന്ന ഇരുട്ടിനെ മാറ്റാൻ വെളിച്ചമാകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പെരുമ്പളം പാലം. ആ പാലത്തിനക്കരെ ജീവിച്ച മനുഷ്യരുടെ ജീവിതാവസ്ഥകൾ നാട് കേട്ടിരിക്കണം. 2 ചാനലുകളിലായി സംപ്രേഷണം ചെയ്ത 2 അനുഭവങ്ങൾ. ന്യൂസ് 24x7 ഒരാൾ പറഞ്ഞതും മറ്റൊരു വീട്ടമ്മ പറഞ്ഞ 2 അവസ്ഥകൾ കേട്ടിട്ട് നിങ്ങളെ ആ സ്ഥാനത്ത് നിർത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആ ദുരിതക്കയത്തിൻ്റെ ആഴം വ്യക്തമാകും. അവിടെയാണ് ഈ സർക്കാർ വെളിച്ചമാകുന്നത്. അതായത് ഒരു 30 വർഷം മുമ്പുള്ള കഥയാണ്. ഒരു സ്ത്രീക്ക് പ്രസവവേദന വരുന്നു. രാത്രിയാണ് സംഭവം. ആ സ്ത്രീയുടെ ഭർത്താവും അതേപോലെ ആങ്ങളെയും ചേർന്ന് അവരെ പൊക്കിയെടുത്ത് ഒരു കോച്ച് കസേരയിൽ വെച്ച് അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് കടവ് വരെ വഞ്ചിയിലേക്ക് പോവുകയാണ്. കടവിലെത്തിയതിനു ശേഷമാണ് വഞ്ചി അറേഞ്ച് ചെയ്യുന്നത്. വഞ്ചി അറേഞ്ച് ചെയ്തതിനു ശേഷം ആ വഞ്ചിയിൽ കോച്ച് കസേരയിൽ പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ കയറ്റി വെച്ചിട്ട് കസേര വഞ്ചിയിൽ കെട്ടിവെച്ച് തുഴയുകയാണ്. അതായത് വാത്തിയാട് ജെട്ടിയിൽ നിന്ന് പൂത്തോട്ട ജെട്ടിയിലേക്ക് തുഴയുകയാണ്. അപ്പോൾ പങ്കായം 2 ഉള്ളൂ. അവിടെ ഇരുന്ന ഒരു മടലും കൂടി വെട്ടിയെടുത്തിട്ട് ബാക്കിയുള്ളവർ കൂടി തുഴഞ്ഞ് പൂത്തോട്ട ജെട്ടി ചെന്ന് അവിടെ നിന്ന് വണ്ടി വിളിച്ച് തൃപ്പൂണിത്തുറയിൽ ചെന്ന് ആ സ്ത്രീ എന്ത് ചെയ്യാണ്, പ്രസവിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടി ജനിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. അതിനുശേഷം കുട്ടി ജനിച്ചു. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ആ കുട്ടിക്ക് ഇന്ന് 30 വയസ്സിനടുത്തായി. അയാളിപ്പോ കണ്ണൂർ ഒരു താൽക്കാലികമായിട്ട് ജോലിയാണ്. അയാളുടെ പേര് തരുൺ എന്നാണ്. ഞാനാണ് അയാൾ. ഇദ്ദേഹം തന്നെയാണല്ലേ താങ്കൾ? അത് തന്നെയാണ് ഹർഷൻ. ഒരു വല്ലാത്തൊരു കഥയാണ്. കാരണം ആ വഞ്ചിയിൽ യാത്ര ചെയ്ത, അല്ലെങ്കിൽ വഞ്ചിയിൽ ഒരു ഗർഭിണി യാത്ര ചെയ്തു. ആ ഗർഭിണിയുടെ മകൻ ഇന്നതാ ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. എന്റെ നാട് പെരുമ്പളാണ്. ഇവിടെയാണ് ജനിച്ചത്. വളർന്നത് വയനാട്ടിലാണ്. അച്ഛന് ജോലി കിട്ടിയതിനു ശേഷം വയനാട്ടിലേക്ക് ഇപ്പോഴും ആ കഥകളൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് പാല ഉദ്ഘാടനം, അതായത് VS-ന്റെ കാലത്ത് ആദ്യം സർവേ വെച്ച കാലത്തിന് ശേഷം അത് ആ കഥ ഞങ്ങൾ വീട്ടിൽ പറയാത്തതായിട്ട് ഒരു ദിവസം പോലും ഇല്ല. അത് വളരെ ഇത് കേവലം ഒരുപാട് കഥകളിൽ ഒരു കഥ മാത്രമാണ്. നിരവധി കഥകളുണ്ട്. ആയിരം കഥകൾ. അതായത് ഈ ദ്വീപിൽ എന്നു മുതലാണോ ആളുകൾ താമസം തുടങ്ങിയത് ആ കാലം മുതൽ മിനിഞ്ഞാന്ന് വൈകുന്നേരം വരെയുള്ള. ആദ്യമേ വന്ന് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ കര കിടക്കണത് കാരണം ആ കല്യാണം പോകും. അങ്ങനെ കുറെ പിള്ളേരുടെ കല്യാണം പോയിട്ടുണ്ട്. പ്രസവം വരെ നടന്നിട്ടുണ്ട് നമ്മുടെ റോട്ടില്. ആ കാലം ആശുപത്രിയിലോട്ട് പോണ വഴിക്ക് ക്ഷീണമുണ്ടായി. അങ്ങനെ ആശുപത്രി എത്തുന്ന മുമ്പ് കാര്യങ്ങൾ സാധിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കേട്ടല്ലോ, പ്രസവ വേദന എടുക്കുന്ന സ്ത്രീ. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ അവസ്ഥയിൽ പെട്ടുപോയാൽ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം? ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ സേഫ് സോണിലിരുന്ന് മറ്റുള്ള മനുഷ്യരുടെ പ്രശ്നത്തെയെല്ലാം നിസ്സാരവൽക്കരിച്ച് കണ്ടിട്ട് അതെല്ലാം ഒരു സംഭവമല്ല, നമ്മൾ പറയുന്നത് മാത്രമാണ് സംഭവം എന്നുള്ള നിലയ്ക്ക് ചില മാധ്യമങ്ങളെല്ലാം ഉയർത്തിക്കാട്ടുന്ന പ്രശ്നങ്ങൾക്കും ആ മനുഷ്യരുടെ അവസ്ഥയെ അഡ്രസ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ആ സാഹചര്യങ്ങളിൽ ജീവിച്ച മനുഷ്യർക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് കൊണ്ടാണ് ഇന്ന് പെരുമ്പളം പാലം എന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പാലം, ഏകദേശം 1.5 കിലോമീറ്ററിന് മുകളിൽ വേമ്പനാട് കായലിൻ്റെ കുറുകെ ഒരു പാലം ഉയരുമ്പോൾ അപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ്, ചേർത്ത് നിർത്തേണ്ടവരാണെന്ന ചിന്ത ഒരു മനുഷ്യന്റെ ഉള്ളിൽ രൂപപ്പെട്ടെങ്കിൽ ആ മനുഷ്യന് ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കാൻ അറിയില്ലായിരിക്കും. പക്ഷേ ജീവിതങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ട്. ആ മനസ്സിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. ഇന്ന് അവിടുത്തെ മനുഷ്യരുടെ ചുണ്ടിൽ വിടരുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരിക്ക് കാരണമെന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ അവർ അനുഭവിച്ച ദുരിതങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ മനുഷ്യരുടെ ജീവിതം ഉയർത്തേണ്ടതുണ്ട്.
ഇവിടത്തെ സമ്പന്നരെയും തറവാടികളെയും അല്ല ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത്. ആശ്രയമറ്റുപോയ മനുഷ്യരെയാണ്, ജീവിതം തകർന്നു കിടക്കുന്ന മനുഷ്യരെയാണ്. അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ 10 വർഷം കിണഞ്ഞു പരിശ്രമിച്ചു. അതിൻ്റെ നേർസാക്ഷ്യമാണ് പെരുമ്പളം പാലം. ഒരു നാടിൻ്റെ മേൽ പടർന്നു കിടന്ന ഇരുളിന് വെളിച്ചമായി ആ യാത്രാ സൗകര്യം വരുമ്പോൾ ആ മനുഷ്യരുടെ ചിരിയുണ്ടല്ലോ, ആ ചിരി മാത്രം മതി നിങ്ങൾ സംഘടിച്ചു നിന്ന് തോൽപ്പിച്ചാലും ഒരു മനുഷ്യന്റെ മുകളിൽ നന്മയായി എല്ലാ കാലത്തും പെയ്തൊഴിയാൻ. അതുകൊണ്ട് എത്ര ആക്ഷേപിച്ചാലും, എത്ര പരിഹസിച്ചാലും, എത്ര കള്ളക്കഥ മെനഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ ക്യാമറകൾക്ക് മുന്നിൽ ചിരിച്ച് പതപ്പിച്ച് നടക്കാതെ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹാത്മ്യം. എത്ര ആക്ഷേപിച്ചാലും എത്ര പരിഹസിച്ചാലും കാലം അയാളെ അടയാളപ്പെടുത്തും. അതിനുള്ള കാരണങ്ങൾ ഈ കാണുന്നതൊക്കെയാണ്.